ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ഹിസ് വെപ്പൺസ്. വെപ്പൺ എന്നാൽ ആയുധം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ദ കിങ് ആൻഡ് ഹിസ് വെപ്പൺ, രാജാവും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. Once upon a time, a king who was great personality. Once upon a time, പണ്ടൊരിക്കൽ, എ കിങ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഹു വാസ് അദ്ദേഹം രാജാവ്, വാസ് ആയിരുന്നു. ഗ്രേറ്റ് എന്നാൽ മഹാവ്യക്തി എന്നുള്ള അർത്ഥമാണ്. പേഴ്സണാലിറ്റി വ്യക്തിത്വം. പണ്ടൊരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു മഹാവ്യക്തിത്വം ആയിരുന്നു. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ വേരിയസ് ഫീൽഡ്സ്. ഹി വാസ് അദ്ദേഹം ആയിരുന്നു, എൻ എക്സ്പേർട്ട്, എൻ എന്നാൽ ഒരു, എക്സ്പേർട്ട് എന്നാൽ വിദഗ്ധമായ, പരിചയമുള്ള, നിപുണൻ, വിദഗ്ധൻ, ഇതൊക്കെയാണ് അർത്ഥം. വേരിയസ് വിഭിന്നമായ, നാനാവിധമായ, ഇതാണ് അർത്ഥം. ഫീൽഡ് എന്നതിന് ഇവിടെ അർത്ഥം പ്രവർത്തന രംഗം എന്നുള്ള അർത്ഥമാണ്. ഫീൽഡ്സ്, പ്രവർത്തന രംഗങ്ങൾ. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അദ്ദേഹം നല്ല കഴിവുള്ള, എക്സ്പേർട്ട്, വിദഗ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഓൺ വൺ ഹാൻഡ് ഹി വാസ് എ വാരിയർ ആൻഡ് എൻ ആർട്ടിസൺ. ഓൺ വൺ ഹാൻഡ്, ഒരു വശത്ത്, ഹി വാസ് അദ്ദേഹം ആയിരുന്നു, എ വാരിയർ. വാരിയർ എന്നാൽ പോരാളി, ധീരൻ, ഇതൊക്കെയാണ് അർത്ഥം, യോദ്ധാവ്. ആൻഡ് എൻ ആർട്ടിസൺ. ആർട്ടിസൺ എന്നാൽ യന്ത്രപ്പണിക്കാരൻ, കൈപ്പണിക്കാരൻ, ഇതൊക്കെയാണ് അർത്ഥം. ഒരു വശത്ത് എന്താണ്, അദ്ദേഹം ഒരു പോരാളിയാണ്, ഒരു വശത്ത് അദ്ദേഹം ഒരു യന്ത്രപ്പണിക്കാരനുമാണ്. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു വശത്ത്, ഹി വാസ് എൻ ഇൻവെൻറ്റർ. ഇൻവെൻറ്റർ എന്നാൽ കണ്ടുപിടുത്തക്കാരൻ. മറ്റൊരു വശത്ത് എന്താണ്, അദ്ദേഹം ഒരു കണ്ടുപിടുത്തക്കാരനും ആയിരുന്നു. എൻ ആർട്ടിസ്റ്റ്, അദ്ദേഹം എന്തുമാണ്, ഒരു കലാകാരനുമാണ്, ചിത്രകാരൻ, കലാകാരൻ, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് എ ജനറൽ എന്നാൽ പടത്തലവൻ. ഒരു വശത്ത് അദ്ദേഹം പോരാളിയും യന്ത്രപ്പണിക്കാരനുമാണ്, മറ്റൊരു വശത്ത് നേരെ മറിച്ച് എന്താണ്, കണ്ടുപിടുത്തക്കാരനും കലാകാരനും പടത്തലവനുമാണ്. ബീയിങ് എൻ ആർമറർ, ഹി ഹാഡ് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ആംസ്. ബീയിങ് എന്നാൽ ആയിരിക്കുന്നതിനാൽ എന്നുള്ള അർത്ഥമാണ്. എൻ ആർമറർ, ഒരു ആർമറർ, ആയിരിക്കുന്നതിനാൽ. എൻ എന്നാൽ ഒരു, ആർമറർ എന്നാൽ പടച്ചട്ട നിർമ്മിക്കുന്നവൻ, വെടിക്കോപ്പ് സൂക്ഷിക്കുന്ന പ്രധാന അധികാരി, ഇതൊക്കെയാണ് അർത്ഥം. ബീയിങ് എൻ ആർമറർ, ഒരു പടച്ചട്ട നിർമ്മിക്കുന്നവനായിരിക്കുന്നതിനാൽ. ഹി ഹാഡ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എ ഗ്രേറ്റ് ഇൻട്രസ്റ്റ്, ഒരു വലിയ താല്പര്യം, അദ്ദേഹം ഒരു ആർമറർ ആയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇൻ ആംസ് എന്നാൽ ആയുധങ്ങൾ. ഒരു പടച്ചട്ട നിർമ്മിക്കുന്നവനായിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ആയുധങ്ങളിൽ. വൺ ഡേ ഹി ടുക്ക് ഹിസ് മിനിസ്റ്റർ ടു ദ ആർമറി. വൺ ഡേ ഒരു ദിവസം, ഹി ടുക്ക് അദ്ദേഹം, രാജാവ്, ടുക്ക് എന്നാൽ ഇവിടെ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. ഹിസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ, ടു ദ ആർമറിയിലേക്ക് കൊണ്ടുപോയി. എന്താണ് ആർമറി എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശാസ്ത്ര സമൂഹം, ശാസ്ത്രാങ്കാരം, ആയുധ നിർമ്മാണശാല, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അർത്ഥം ആയുധ നിർമ്മാണശാല എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം രാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ ആയുധ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോയി. ആൻഡ് വാസ് ഡിസ്കസിങ് എബൌട്ട് ദ വേരിയസ് കൈൻഡ്സ് ഓഫ് ആംസ്. അങ്ങനെ എന്താണ്, രാജാവ് മന്ത്രിയെ ആയുധ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോയി. ആൻഡ് വാസ് ഡിസ്കസിങ്, എന്നിട്ട്
വാസ് ഡിസ്കസിങ് ചർച്ച ചെയ്യുകയായിരുന്നു. എബൌട്ട് എന്നാൽ സംബന്ധിച്ച് എന്നാണ് അർത്ഥം. എന്തിനെ സംബന്ധിച്ച്? വേരിയസ് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നങ്ങളായിട്ടുള്ള, കൈൻഡ്സ് എന്നാൽ തരങ്ങൾ എന്നുള്ള അർത്ഥം. ഓഫ് ആംസ് ആയുധങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളെ പറ്റിയിട്ട് എന്താണ് ചർച്ച ചെയ്യുകയായിരുന്നു രാജാവ് മന്ത്രിയുമായിട്ട്. ഹി ഗേവ് എ ലെക്ചർ ഓൺ സ്പിയേഴ്സ്, ദ സ്മോൾ ബ്ലേഡ് ആൻഡ് ദ ഷീൽഡ്. അദ്ദേഹം രാജാവ്, ഗേവ് നൽകി, ഗിവ് എന്നാൽ നൽകുക, അതിൻ്റെ നൽകി രണ്ടാമത്തെ രൂപം നൽകി, ഗേവ് നൽകി. എ ലെക്ചർ എന്നാൽ ഇവിടെ പ്രസംഗം എന്നുള്ള അർത്ഥമാണ്. സ്പിയർ എന്നാൽ ചാട്ടുളി, പടക്കുന്തം, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് അത്തരം വസ്തുക്കളെ, പടക്കുന്തങ്ങൾ, അതുപോലെ ചാട്ടുളികൾ, ഇതിനൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. ഗേവ് എ ലെക്ചർ എന്നാൽ ഇവിടെ പ്രസംഗിച്ചു എന്നുള്ള അർത്ഥമാണ്. സ്മോൾ ബ്ലേഡ് ചെറിയ കത്തി, അതിനെപ്പറ്റി പ്രസംഗിച്ചു. ആൻഡ് ദ ഷീൽഡ് എന്നാൽ കവചം, പരിച, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് ഒരു പ്രസംഗം നടത്തി. ചാട്ടുളികൾ, കുന്തങ്ങൾ, അതിനെ സംബന്ധിച്ച്, അതുപോലെ ചെറിയ ബ്ലേഡുകൾ, കത്തികൾ, അതുപോലെ പരിചകൾ, ഇതിനൊക്കെ പറ്റിയിട്ട് രാജാവ് ഒരു പ്രസംഗം നടത്തി. അറ്റ് ലാസ്റ്റ് ഹി പിക്ഡ് അപ്പ് എ സ്വോർഡ് ആൻഡ് സെഡ്. അറ്റ് ലാസ്റ്റ് എന്നാൽ അവസാനം. ഹി പിക്ഡ് അപ്പ് അദ്ദേഹം എടുത്തു, താഴെ നിന്നും എടുത്തു എന്നൊക്കെയുള്ള അർത്ഥമാണ്. രാജാവ് പിക്ഡ് അപ്പ് എടുത്തു, എ സ്വോർഡ് ഒരു വാൾ, സ്വോർഡ് എന്നാൽ വാൾ, ഒരു വാൾ എടുത്തു. ആൻഡ് സെഡ് വാൾ എടുത്ത് പറഞ്ഞു. ദിസ് അക്കോർഡിംഗ് ടു മീ ഈസ് ദ ബെസ്റ്റ് വെപ്പൺ ടു ഫൈറ്റ് വിത്ത് യുവർ എനിമി ഫേസ് ടു ഫേസ്. ഈ ആയുധം അക്കോർഡിംഗ് ടു മീ എന്നാൽ എൻ്റെ അഭിപ്രായം പ്രകാരം എന്നുള്ള അർത്ഥമാണ്. എൻ്റെ പരിചയം വെച്ച്, ഇതൊക്കെയാണ് അർത്ഥം. അക്കോർഡിംഗ് ടു മീ എന്നെ സംബന്ധിച്ചിടത്തോളം, അഭിപ്രായം പറയാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈസ് ദ ബെസ്റ്റ് വെപ്പൺ എന്നാൽ ആയുധം. ഇതാണ് അക്കോർഡിംഗ് ടു മീ ഈസ് ദ ബെസ്റ്റ് വെപ്പൺ, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വെപ്പൺ, ആയുധം. ടു ഫൈറ്റ് പോരാടാൻ. വിത്ത് യുവർ എനിമി നിങ്ങളുടെ ശത്രുവുമായിട്ട്, എനിമി എന്നാൽ ശത്രു. ഫേസ് ടു ഫേസ് മുഖാമുഖമായിട്ട്. എൻ്റെ അഭിപ്രായ പ്രകാരം ഇതാണ് ഏറ്റവും നല്ല ആയുധം നിങ്ങളുടെ ശത്രുവുമായിട്ട് മുഖാമുഖം പോരാടാൻ, രാജാവ് പറഞ്ഞു. If something happens unexpectedly, I will use this to defend myself. If something happens, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ. സംതിങ് എന്നാൽ എന്തെങ്കിലും, ഹാപ്പൻ സംഭവിക്കുക. ഇഫ് സംതിങ് ഹാപ്പൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ. അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ട് സംഭവിച്ചാൽ. അൺഎക്സ്പെക്റ്റഡ്ലി എന്നാൽ എന്താണ്? യാദൃച്ഛികമായി, അപ്രതീക്ഷിതമായി, ഇതാണ് അർത്ഥം. ഐ വിൽ യൂസ് ഞാൻ ഉപയോഗിക്കും, ഇത് ടു ഡിഫെൻഡ് മൈസെൽഫ്. ഡിഫെൻഡ് എന്നാൽ പ്രതിരോധിക്കുക എന്നുള്ള അർത്ഥമാണ്. മൈസെൽഫ് എന്നാൽ ഞാൻ തന്നെ, എന്നെ തന്നെ, ഇതൊക്കെയാണ് അർത്ഥം. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ ആയുധം ഉപയോഗിക്കും, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഡു യു തിങ്ക്? ദ മിനിസ്റ്റർ ഹെസിറ്റേറ്റഡ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് സെഡ്. വാട്ട് ഡു യു തിങ്ക്? തിങ്ക് എന്നതിന് ഇവിടെ അർത്ഥം കരുതുക, ഇതാണ് അർത്ഥം. തോന്നുക, ഇതൊക്കെയാണ് അർത്ഥം. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് രാജാവ് ചോദിക്കുന്നത്. ദ മിനിസ്റ്റർ ഹെസിറ്റേറ്റഡ്. ഹെസിറ്റേറ്റ് എന്നാൽ ശങ്കിക്കുക, അറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ മിനിസ്റ്റർ ഹെസിറ്റേറ്റഡ് എന്താണ്? മന്ത്രി ശങ്കിച്ചു നിന്നു. ഫോർ എ മൊമെൻറ്റ് ഒരു നിമിഷം. ആൻഡ് സെഡ് കുറച്ച് അല്പസമയം ശങ്കിച്ചു നിന്ന് പറഞ്ഞു. ബട്ട് യുവർ മജസ്റ്റി, വെൻ ഡേഞ്ചർ കംസ് വി ആർ നെവർ പ്രിപ്പേർഡ്.
ബട്ട് പക്ഷേ യുവർ മാജസ്റ്റി, അതായത് മാജസ്റ്റി എന്ന് ബഹുമാനിച്ച് വിളിക്കുകയാണ് മന്ത്രി രാജാവിനെ. വെൻ ഡേഞ്ചർ കംസ്, അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അപകടം വരുമ്പോൾ എന്നൊക്കെയാണ് അർത്ഥം. വി ആർ നെവർ പ്രിപ്പേർഡ്. പ്രിപ്പേർഡ് എന്നാൽ ഇവിടെ തയ്യാറാവുക എന്നുള്ള അർത്ഥമാണ്. പ്രിപ്പേർഡ് ഒരുങ്ങുക, ഇതാണ് അർത്ഥം, സജ്ജമാവുക. അപ്രതീക്ഷിതമായിട്ട് അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ അതിന് സജ്ജമായിരിക്കുകയില്ല. നമ്മൾ സജ്ജമായിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ആയിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. നെവർ എന്നാൽ ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥം. നെവർ പ്രിപ്പേർഡ്, ഒരിക്കലും തയ്യാറായിരിക്കുകയില്ല. ദെൻ വി ഹാവ് ടു ഡിഫെൻഡ് അവർ സെൽവ്സ് വിത്ത് വാട്ട് എവർ ഈസ് ഈസിലി അവൈലബിൾ ടു അസ്. ദെൻ അപ്പോൾ, ആ സമയത്ത്, ഇതൊക്കെയാണ് അർത്ഥം. അപ്രതീക്ഷിതമായിട്ട് അപകടം സംഭവിക്കുന്ന സമയത്ത് വി ഹാവ് ടു ഡിഫെൻഡ്, നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വി ഹാവ് ടു എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇതൊക്കെയാണ് അർത്ഥം. വി ഹാവ് ടു ഡിഫെൻഡ്, നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കണം. അവർ സെൽഫ്സ് എന്നാൽ നമ്മളെ തന്നെ, നമ്മളെ, ഇതൊക്കെയാണ് അർത്ഥം. എങ്ങനെയാണ്? വിത്ത് വാട്ട് എവർ ഈസ് ഈസിലി അവൈലബിൾ. ഈസിലി എന്നാൽ വളരെ പെട്ടെന്ന്, പ്രയത്നമൊന്നുമില്ലാതെ പെട്ടെന്ന് ലഭിക്കുന്നത്. അവൈലബിൾ എന്നാൽ ലഭ്യമാകുക. ഈസി ആയിട്ട് ലഭ്യമാകുന്നത് എന്താണോ ടു അസ്, നമ്മൾക്ക്, അത് ഉപയോഗിച്ചിട്ട് നമ്മളെ സ്വയം പ്രതിരോധിക്കണം. ദ കിങ് സെഡ് ബട്ട് ബീർബൽ യു ഡോണ്ട് ഗെറ്റ് മൈ പോയിന്റ്. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ബട്ട് ബീർബൽ, പക്ഷേ ബീർബൽ മന്ത്രിയുടെ പേരാണ്. മന്ത്രി വിളിച്ച് പറയുകയാണ്. യു ഡോണ്ട് ഗെറ്റ് എന്നാൽ ഇവിടെ മനസ്സിലാകുക എന്നുള്ള അർത്ഥമാണ്. യു ഡോണ്ട് ഗെറ്റ്, നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. മൈ പോയിന്റ് എന്നാൽ ഇവിടെ ആശയം, കാര്യം, ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ കാര്യം, ഞാൻ പറയുന്നത് എന്താണോ അതിൻ്റെ ആ കാര്യം നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് മന്ത്രിയോട് രാജാവ് പറഞ്ഞു. എ കിങ് ഓൾവേസ് ക്യാരീസ് ഹിസ് വെപ്പൺ ഓഫ് ഡിഫെൻസ്. എ കിങ്, ഒരു രാജാവ്, ഓൾവേസ് എല്ലാ സമയത്തും, ക്യാരി എന്നാൽ ചുമക്കുക, കൊണ്ടു നടക്കുക, വഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് വെപ്പൺ, അദ്ദേഹത്തിൻ്റെ ആയുധം. ഓഫ് ഡിഫെൻസ് എന്നാൽ ഇവിടെ സുരക്ഷ എന്നുള്ള അർത്ഥമാണ്. പ്രതിരോധ സംവിധാനം, പ്രതിരോധം, ഇതൊക്കെയാണ് അർത്ഥം. ഒരു രാജാവ് എപ്പോഴും, എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ ആയുധം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടു നടക്കാറുണ്ട്. സോ ഈവൻ ഇഫ് എൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻസ് ഹി ഈസ് ഓൾവേസ് റെഡി. സോ ആയതിനാൽ, ഈവൻ ഇഫ് എൻ അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായ, തിങ് എന്നാൽ കാര്യം, ഹാപ്പൻസ് എന്നാൽ സംഭവിക്കുക. ഇഫ് എൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻസ്, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ പോലും, ഹി ഈസ് ഓൾവേസ് റെഡി, എല്ലാ സമയത്തും അദ്ദേഹം, രാജാവ്, തയ്യാറായിരിക്കും. ദ മിനിസ്റ്റർ അക്സെപ്റ്റഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ടൈം ബീയിങ്. ദ മിനിസ്റ്റർ, മന്ത്രി, അക്സെപ്റ്റ് എന്നാൽ സമ്മതിക്കുക, അംഗീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അക്സെപ്റ്റഡ് മന്ത്രി അംഗീകരിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ പ്രസ്താവന, ഇതാണ് ഇവിടെ അർത്ഥം. മന്ത്രി ആ പ്രസ്താവന, രാജാവിൻ്റെ പ്രസ്താവന അംഗീകരിച്ചു. ഫോർ ദ ടൈം ബീയിങ്, തൽക്കാലത്തേക്ക്, അല്പസമയത്തേക്ക്, ഇതൊക്കെയാണ് അർത്ഥം. തൽക്കാലത്തേക്ക് മന്ത്രി രാജാവ് പറഞ്ഞ ആ പ്രസ്താവന സമ്മതിച്ചു കൊടുത്തു. ആസ് ദേ വേർ കമ്മിങ് ഔട്ട് ഓഫ് ദ ആർമറി. അതായത് ആസ് എന്നാൽ ഇവിടെ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ദേ എന്നാൽ അവർ. ആസ് ദേ വേർ കമ്മിങ് ഔട്ട്, അവർ പുറത്തേക്ക് വരുന്ന സമയത്തേക്ക്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓഫ് ദ ആർമറി എന്നാൽ ആയുധ നിർമ്മാണശാലയ്ക്ക്
ആ ശാലയിൽ നിന്നും അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് the minister asked the king to take the path that goes through a quiet garden filled with mango trees. ആസ്ക് എന്നാൽ ഇവിടെ അപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്, അഭ്യർത്ഥിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ മിനിസ്റ്റർ ആസ്ക് എന്താണ്, മന്ത്രി അപേക്ഷിച്ചു, ദ കിങ് രാജാവിനോട്, ടു ടേക്ക് ദ പാത്ത്. ടേക്ക് ദ പാത്ത് എന്നാൽ ഇവിടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഏത് ആ വഴിയിലൂടെ പോകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഏത് വഴിയാണ്? ദാറ്റ് ഗോസ് ത്രൂ എ ക്വയറ്റ് ഗാർഡൻ. ഗാർഡൻ എന്നാൽ പൂന്തോട്ടം, ഫിൽഡ് എന്നാൽ നിറയ്ക്കപ്പെട്ടിട്ടുള്ള, നിറഞ്ഞിട്ടുള്ള എന്നാണ് അർത്ഥം. വിത്ത് മാംഗോ ട്രീസ്. മാംഗോ ട്രീസ് എന്നാൽ മാമ്പഴ വൃക്ഷങ്ങൾ. പാത്ത് എന്നാൽ വഴി, ത്രൂ എന്നാൽ അതിലൂടെ എന്നുള്ള അർത്ഥമാണ്, ആ വഴിയിലൂടെ എന്നുള്ള അർത്ഥം. മന്ത്രി രാജാവിനോട് അപേക്ഷിച്ചു എന്ത്? ആ വഴിയിലൂടെ പോകാൻ, ആ വഴി തിരഞ്ഞെടുക്കാൻ. ഏത് വഴിയാണ്? മാമ്പഴ വൃക്ഷങ്ങളുള്ള, അത് നിറഞ്ഞിട്ടുള്ള, അതൊരുപാട് ഉള്ള ആ വഴിയിലൂടെ പോകാൻ മന്ത്രി രാജാവിനോട് ആവശ്യപ്പെട്ടു. The road was not much used, so the shrubs almost covered the path. The road, ആ വഴി, was not much used. ആ വഴി കൂടുതൽ ഉപയോഗിക്കപ്പെടാറുണ്ടായിരുന്നില്ല. സോ ആയതിനാൽ, ദ shrubs, shrub എന്നാൽ ചെറുവൃക്ഷം, കുറ്റിച്ചെടികൾ, ഇതൊക്കെയാണ് അർത്ഥം. കുറ്റിച്ചെടികൾ അതല്ലെങ്കിൽ ചെറിയ വൃക്ഷങ്ങൾ. ഓൾമോസ്റ്റ് കവേർഡ്, ഓൾമോസ്റ്റ് എന്നാൽ ഏകദേശം അല്ലെങ്കിൽ ഒട്ടുമിക്കതും എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഏതാണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. ഓൾമോസ്റ്റ്. കവേർഡ്, കവർ എന്നാൽ ഇവിടെ പൊതിയുക എന്നുള്ള അർത്ഥമാണ്, മൂടുക, ഇതൊക്കെയാണ് അർത്ഥം. കവേർഡ് മൂടിയിട്ടുണ്ട്. ദ പാത്ത് ആ വഴി കൂടുതൽ ഉപയോഗിക്കപ്പെടാത്തതിനാൽ എന്താണ്, ആ റോഡിൽ ചെറിയ വൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ, ഏതാണ്ട് ആ വഴി മൂടിയിട്ടുണ്ട്. സഡൻലി എ ഡോഗ് അറൈവ്ഡ് ആൻഡ് അറ്റാക്ക്ഡ് ദം. സഡൻലി എന്നാൽ പെട്ടെന്ന്, എ ഡോഗ് ഒരു നായ, അറൈവ്ഡ് എന്നാൽ എത്തി, ആൻഡ് അറ്റാക്ക്ഡ് എന്നാൽ ആക്രമിച്ചു, ദം അവരെ, രാജാവിനെയും മന്ത്രിയെയും. പെട്ടെന്ന് ഒരു നായ അവിടെ എത്തി മന്ത്രിയെയും രാജാവിനെയും അവരെ ആക്രമിച്ചു. ദ കിങ് ഡ്രോപ്ഡ് ഹിസ് വേർഡ്. ഡ്രോപ്പ് എന്നാൽ താഴെ ഇടുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ദ കിങ് രാജാവ്, ഡ്രോപ്ഡ് താഴെ ഇട്ടു, ഹിസ് വേർഡ് അദ്ദേഹത്തിൻ്റെ വാള് അദ്ദേഹം താഴെ ഇട്ടു. ദ മിനിസ്റ്റർ ദെൻ പിക്ഡ് അപ്പ് എ സ്റ്റോൺ ആൻഡ് ത്രൂ ഇറ്റ് ടുവേർഡ്സ് ദ ഡോഗ്. ദ മിനിസ്റ്റർ മന്ത്രി, ദെൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അന്ന്, അപ്പോൾ, പിന്നീട്, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിക്കപ്പ് എന്നാൽ നിലത്തു നിന്നെടുക്കുക എന്നാണ് അർത്ഥം. പിക്ഡപ്പ് നിലത്തു നിന്നെടുത്തു, ഉടനെ. ദെൻ പിക്ഡപ്പ് ഉടനെ നിലത്തു നിന്നെടുത്തു. എ സ്റ്റോൺ ഒരു കല്ല്. ആൻഡ് ത്രൂ എന്നാൽ എറിഞ്ഞു. ത്രോ എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ത്രോ എന്നാൽ എറിയുക. എറിഞ്ഞു. ഇറ്റ് അത് ആ കല്ല്. ടുവേർഡ്സ് എന്നാൽ നേർക്ക്, ലക്ഷ്യമാക്കി, ഇതൊക്കെയാണ് അർത്ഥം. ദ ഡോഗ് ആ നായയുടെ നേർക്ക്, ആ നായയെ ലക്ഷ്യമാക്കിയിട്ട് ഉടനെ മന്ത്രി ഒരു കല്ല് നിലത്ത് നിന്ന് എടുത്ത് എറിഞ്ഞു. ഇറ്റ് ബാക്ക്ഡ് ഓഫ് ക്വിക്ക്ലി. ഇറ്റ് അത് ആ നായ, ബാക്ക് ഓഫ് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ബാക്ക്ഡ് ഓഫ് എന്നാൽ പിന്മാറുക എന്നുള്ള അർത്ഥമാണ്. ബാക്ക്ഡ് ഓഫ് പിന്മാറി, ആ നായ പിന്മാറി. ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന് ആ നായ പിന്മാറി. ദ മിനിസ്റ്റർ പിക്ഡ് അപ്പ് ദ sword ആൻഡ് ഗേവ് ഇറ്റ് ടു ദ കിങ് ആൻഡ് said. ദ മിനിസ്റ്റർ മന്ത്രി പിക്ഡ് അപ്പ്
നിലത്ത് നിന്നെടുത്തു, ദ സ്വേർഡ് ആ വാള് നിലത്ത് നിന്നെടുത്തു, ആൻഡ് ഗേവ് എന്നിട്ട് ഗേവ് നൽകി, ഇറ്റ് അത് ആ വാള്, ടു ദ കിങ് രാജാവിന്, ആൻഡ് സെഡ് രാജാവിന് ആ വാള് നിലത്ത് നിന്ന് മന്ത്രി എടുത്ത് നൽകിക്കൊണ്ട് പറഞ്ഞു, യുവർ മജസ്റ്റി, ഇറ്റ് ഈസ് നോട്ട് ദ സ്വേർഡ് ദാറ്റ് സേവ്ഡ് അസ് ഫ്രം ദ ഫെറോഷ്യസ് ഡോഗ്. യുവർ മജസ്റ്റി ബഹുമാനിച്ച് വിളിക്കുകയാണ് രാജാവിനെ. ഇറ്റ് ഈസ് നോട്ട് ദ സ്വേർഡ് ഈ വാള് അല്ല എന്ത്, ദാറ്റ് സേവ്ഡ് അസ് നമ്മളെ രക്ഷിച്ചത്, സേവ് എന്നാൽ രക്ഷിക്കുക, സേവ്ഡ് രക്ഷപ്പെടുത്തിയത്, നമ്മളെ രക്ഷപ്പെടുത്തിയത് ഈ വാള് അല്ല, ഫ്രം ദ ഫെറോഷ്യസ് ഡോഗ്. ഫെറോഷ്യസ് എന്നാൽ ഘോരമായ, ക്രൂരനായ, ഇതൊക്കെയാണ് അർത്ഥം. ക്രൂരനായ നായയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തിയത് ഈ വാള് അല്ല, മന്ത്രി രാജാവിനോട് പറഞ്ഞു. ബട്ട് ദ സ്റ്റോൺ ദാറ്റ് ഐ പിക്ഡ് അപ്പ് ഫ്രം ദ ഗ്രൗണ്ട്. ബട്ട് പക്ഷേ എന്താണ്, ആ വാള് അല്ല, ബട്ട് പക്ഷേ എന്താണ്, ദ സ്റ്റോൺ കല്ല്, ദാറ്റ് ആ കല്ല്, ഏത് കല്ല്, ഐ പിക്ഡ് അപ്പ് ഞാൻ എടുത്ത, ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്നാൽ നിലം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. നിലത്ത് നിന്ന് ഞാൻ എടുത്ത ആ കല്ലാണ് നമ്മളെ ആ ക്രൂരനായ നായയിൽ നിന്നും രക്ഷിച്ചത്, നിങ്ങളുടെ വാള് അല്ല. ദ കിങ് റിയലൈസ്ഡ് ദാറ്റ് ദ മിനിസ്റ്റേഴ്സ് പോയിന്റ് വാസ് ട്രൂ. ദ കിങ് റിയലൈസ്ഡ് രാജാവിന് ബോധ്യമായി, റിയലൈസ് ബോധ്യമാകുക, റിയലൈസ്ഡ് ബോധ്യമായി, ദാറ്റ് ദ മിനിസ്റ്റേഴ്സ് മന്ത്രിയുടെ പോയിൻ്റ് കാഴ്ചപ്പാട്, അതല്ലെങ്കിൽ മന്ത്രിയുടെ അഭിപ്രായം, വാസ് ട്രൂ സത്യമായിരുന്നു, ട്രൂ എന്നാൽ യഥാർത്ഥം, മന്ത്രിയുടെ കാഴ്ചപ്പാട് എന്താണ്, യഥാർത്ഥമായിരുന്നു, അത് സത്യമായിരുന്നു എന്ന് രാജാവിന് ബോധ്യമായി. ഇൻ ദ ടൈം ഓഫ് സഡൻ ഡേഞ്ചർ വൺ കനോട്ട് വെയിറ്റ് ഫോർ ഹിസ് വെപ്പൺ ഓഫ് ചോയ്സ്. ഇൻ ദ ടൈം ആ സമയത്ത്, ഏത്, ഓഫ് സഡൻ ഡേഞ്ചർ, സഡൻ എന്നാൽ പെട്ടെന്നുള്ള, ഡേഞ്ചർ അപകടം, പെട്ടെന്നുള്ള അപകട സമയത്ത്, വൺ കനോട്ട് ഒരാൾക്ക് സാധിക്കുകയില്ല, വൺ എന്നാൽ ഇവിടെ ഒരാൾ എന്നുള്ള അർത്ഥമാണ്, വൺ ഒരു വ്യക്തിക്ക്, കനോട്ട് സാധിക്കുകയില്ല, വെയിറ്റ് കാത്തിരിക്കാൻ, ഫോർ ഹിസ് വെപ്പൺ ഓഫ് ചോയ്സ് അവൻ്റെ ആയുധം തിരഞ്ഞെടുക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആയുധങ്ങളുണ്ടെങ്കിലും ആ ആയുധങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല, പെട്ടെന്ന് അപകടം, യാദൃച്ഛികമായിട്ട് ഒരു അപകടം സംഭവിക്കുമ്പോൾ. ബട്ട് ഹാസ് ടു സെലക്ട് ഫ്രം വാട്ട് ഈസ് ഈസിലി അവൈലബിൾ. ബട്ട് പക്ഷേ, ഹാസ് ടു സെലക്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, ഒരു വ്യക്തി ഹാസ് ടു സെലക്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം, ഫ്രം വാട്ട് ഈസ് ഈസിലി അവൈലബിൾ ഈസി ആയിട്ട്, ലളിതമായിട്ട്, പെട്ടെന്ന് ലഭ്യമാകുന്നത്, അവൈലബിൾ എന്നാൽ ലഭ്യമാകുന്നത് എന്താണോ അത് പെട്ടെന്ന് അത് ഒരു വ്യക്തി തിരഞ്ഞെടുക്കണം.